ഹലോ, ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു ഡ്രസ്സിൽ ഇൻവിസിബിൾ സിപ്പ് ആഡ് ചെയ്യുന്നതാണ്. സിപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ലൈനിങ് ഉള്ളതാണെങ്കിൽ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ലൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് സിപ്പ് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും സിബിൻ്റെ റോങ് സൈഡും വെച്ച് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് സിബിൻ്റെ ടോപ്പിൽ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ നെക്കിൻ്റെ മേളിലേക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മളത് ജോയിൻ ചെയ്തെടുക്കാൻ. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രഷർ ഫൂട്ടിൽ നോർമൽ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെന്തിനെന്ന് വെച്ചാൽ ലൈനിങ്ങും നമ്മുടെ മെയിൻ മെറ്റീരിയലും സിബും തമ്മിൽ കയറി ഇറങ്ങി പോവോ തെന്നി മാറിപ്പോവോ ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സിബിൻ്റെ രണ്ട് ഭാഗം തമ്മിൽ ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് ജോയിൻ ചെയ്യുന്ന സിബിൻ്റെ ടോപ്പ് ഭാഗം ഫിനിഷ് ചെയ്ത സിബിൻ്റെ ടോപ്പും തമ്മിൽ ഒരു മാർക്കിംഗ് ലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇൻവിസിബിൾ സിബ് വെക്കാൻ തന്നെയായിട്ട് പ്രഷർ ഫൂട്ടുകളുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സിംഗിൾ പ്രഷർ ഫൂട്ടാണ്. അതിൻ്റെ റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. അതിൽ ഏത് വേണേലും ചൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്ക് സിബിൻ്റെ എഡ്ജ് മാക്സിമം വിടർത്തി വെച്ചിട്ട് അതിൻ്റെ അറ്റത്തോടെ നമുക്ക് സ്റ്റിച്ച് ലൈൻ കൊടുക്കാം. എത്രത്തോളം അടുത്തൂടെ കൊടുക്കാൻ പറ്റുമോ അത്രയും ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാൻ പറ്റണേ. അങ്ങനെ ചെയ്യുമ്പോൾ ആ സിബിൻ്റെ മേളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ചായിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സിബ് മേളിലേക്ക് കയറ്റി ഇറക്കം ചെയ്യാൻ പറ്റാതെ വരും. ഈ ഭാഗം നല്ല ശ്രദ്ധയോടെ വേണം നമുക്ക് ചെയ്യാൻ. മാക്സിമം അത് വിടർത്തി വെച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. ഈ സ്റ്റിച്ചും എൻഡ് ചെയ്യുന്നത് ആ 1/2 ഇഞ്ച് മേളിലായിട്ടായിരിക്കും. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ അങ്ങനെ സിബ് ഫിനിഷ് ചെയ്തെടുത്തു. കണ്ടില്ലേ, നല്ല അടുത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇത് ഓക്കെ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സിബ് മറിച്ചിട്ടിട്ട് സിബ് കയറ്റിയിട്ട് നോക്കിയാൽ മതി. അപ്പം വിടവ് വരുന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റിച്ച് നമ്മുടെ ശരിയായിട്ടില്ല. അവിടെ ഒന്നും കൂടെ പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അടുപ്പിച്ച് വെച്ച്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ആ സിബിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 1/2 ഇഞ്ച് മേളിലായിട്ട് ജോയിൻ ചെയ്ത് നിർത്തിയത്, ആ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഡ്രസ്സ് മറുഭാഗം എടുത്ത് ആ ഭാഗം ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് ഒരു ഒറ്റ സ്റ്റിച്ച് ലൈൻ കൊടുത്താൽ മതി. ആ 1/2 ഇഞ്ചിൻ്റെ ഭാഗം മാത്രമേ നമ്മളൊന്ന് ജോയിൻ ചെയ്യുള്ളൂ. മേളിലേക്കൊന്നും ആ സ്റ്റിച്ച് ലൈൻ പോകരുത് കേട്ടോ. ഇതാ നോക്കിയാൽ ഇപ്പം ഫുൾ ഫിനിഷായി കിട്ടി. ഇനി നമ്മൾ ആ സിബിൻ്റെ ഭാഗം എങ്ങനെയൊന്ന് ഫിനിഷിങ് ആക്കി എടുക്കുന്നത്, അതായിട്ടൊരു ബയാസ് പീസ് എടുക്കുക. അതായത് മെറ്റീരിയലിൻ്റെ ക്രോസ് ആയിട്ട് നമ്മൾ 1 ഇഞ്ചിൽ കട്ട് ചെയ്തേക്കുന്ന ഒരു പീസ്. ആ പീസ് സിബിൻ്റെ ആ ഭാഗത്ത് വെച്ച് ഈ കാണുന്ന പോലെ നമ്മൾ ഡ്രസ്സ് മറിച്ചിട്ടേക്കാണ്, എന്നിട്ടാണ് സിബിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബയാസ് പീസ് മടക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലാത്തൊരു ഭാഗമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുവാണ്. രണ്ട് സൈഡും അങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം സിബിൻ്റെ താഴ്ഭാഗവും ഇപ്പോൾ നമ്മൾ ബയാസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്ത പോലെ തന്നെ താഴത്തെ ഭാഗവും ഫിനിഷ് ചെയ്തെടുത്തു. ഈ ഡ്രസ്സിൻ്റെ ഉൾഭാഗമായാലും നമ്മൾ ഇത്രയും ഫിനിഷാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉൾഭാഗമായാലും കാണാൻ. പിന്നീട് ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോടും. അപ്പോൾ അവിടെ ഓക്കെ ആവും. ക്യാൻവാസ് നമ്മൾ ഫോൾഡ് ചെയ്ത് നെക്കിൻ്റെ ഭാഗം ഫോൾഡ് ചെയ്തെടുക്കുകയല്ലേ, എടുത്തിട്ട് ആ സിബിൻ്റെ സൈഡിലേക്ക് തന്നെ ആ ക്യാൻവാസ് വെക്കുക. അത് ഒത്തിരി കട്ടിയായിട്ട് നിന്നാൽ നമുക്ക് അവിടെ സിബ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അവിടെ ഒന്ന് പതിച്ചടിക്കണം. ആ സിബിൻ്റെ സൈഡിലേക്ക് തന്നെ അതിൻ്റെ റോങ് സൈഡ് വെച്ചിട്ട് ഒന്ന് പതിച്ച് ഇതുപോലെ അടിച്ചെടുക്കുക. ഇതാ നോക്കിയ ഡ്രസ്സിൻ്റെ പുറത്ത് നോക്കിയാൽ ഒരു സിബ് അവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതാണ് ഇൻവിസിബിളിൻ്റെ ഗുണം.